മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം 2851 കർഷകർ ആത്മഹത്യ ചെയ്തു. സംസ്ഥാന ദുരിതാശ്വാസ പുനരധിവാസ വകുപ്പ് പുറത്തുവിട്ട കണക്കുകളാണിത്. സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാട്ടുന്നത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത് 2851 കർഷകർ. 2022-ൽ 2942 പേരായിരുന്നു ജീവനൊടുക്കിയത്. സംസ്ഥാന ദുരിതാശ്വാസ പുനരധിവാസ വകുപ്പ് പുറത്തുവിട്ട കണക്കുകളാണിത്. 2021-ൽ 2743 കർഷകരായിരുന്നു ആത്മഹത്യ ചെയ്തതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്ത പ്രദേശം വിദർഭയാണ്. തൊട്ടടുത്ത സ്ഥാനം 1023 കർഷകർ ജീവനൊടുക്കിയ മറാഠവാഡയ്ക്കാണ്. കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത 2851 കർഷകരിൽ 1551 പേരുടെ അടുത്ത ബന്ധുക്കൾക്ക് സഹായധനം ലഭിക്കും. അതേസമയം 746 പേരുടെ കുടുംബങ്ങൾക്ക് അർഹതയില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇനിയും സഹായധനം ലഭിച്ചിട്ടില്ല. ബാക്കി 554 കേസുകളിൽ അന്വേഷണം നടക്കുകയാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. 2022 ജൂൺ 30-ന് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായതിനു ശേഷം നടത്തിയ ആദ്യ പ്രസ്താവന കാർഷിക പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നായിരുന്നു. शेतकऱ्यांची आत्महत्या होऊ नये त्यासाठी देखील आपण मार्ग काढतोय. शेतीच्या शेतीला हमी भाव मिळाला पाहिजे, चांगला भाव मिळाला पाहिजे, यासाठी देखील सरकार कटिबद्ध आहे. സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ വിപരീത കാലാവസ്ഥയും വിളനാശവും വെല്ലുവിളിയായി. വിളനാശം തടയുന്നതിനോ കൃഷിരീതിയിൽ മാറ്റം വരുത്തുന്നതിനോ നടപടികളൊന്നും ഉണ്ടായില്ല. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.